ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Pixellab എങ്ങനെ ഒരു 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ Pixellab ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ നാലാമതായിട്ട് ടൂൾ ബോക്സിൽ ഒരു ഓപ്ഷൻ കാണാം, ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് ആണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ കളർ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സൈഡിലായിട്ട് കുറേ ഗ്രേഡിയൻറ്റ് പാറ്റേൺസ് ഉണ്ട്. അതുപോലത്തെ 2 സ്റ്റോപ്പേഴ്സും കാണാം ഇവിടെ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കളർ ബക്കറ്റിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കളർ വീല് വരും. ഒന്നിൽ ഈ കളർ വീലിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ എടുക്കുന്ന കളറിൻ്റെ കളർ കോഡ് അടിച്ചു കൊടുത്തിട്ടാണ് കളർ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ കളർ കോഡ് അടിച്ചു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഹെക്സ് കളർ കോഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കളർ കോഡ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്ലൂ ഗ്രേഡിയൻ്റ് ആണ് വേണ്ടത്. സോ ഞാൻ 00A0FF ഇതാണ് ഒരു കളർ കോഡ്. അപ്പോൾ ഈ ഒരു ടിക്ക് മാർക്ക് കണ്ടില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്യുന്ന ഇവിടെ നമ്മുടെ ആ കളർ വരും. ഓക്കെ, ഇതൊക്കെ ആ കളറിൻ്റെ RGB റേഷ്യോസ് ആണ് കാണിക്കുന്നത്. റെഡിൻ്റെ പെർസെൻറ്റേജ്, ഗ്രീൻ്റെ പെർസെൻറ്റേജ്, ബ്ലൂവിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ 160 + 225 ബ്ലൂവും ഗ്രീനും ചേരുമ്പോഴാണ് ഈ കളർ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഭാഗത്ത് ബ്ലൂ വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കിടന്ന ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു കളർ സ്റ്റോപ്പർ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കളറിൻ്റെ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എഡിറ്റിൽ വന്നിട്ട് അടുത്ത കളർ കൊടുക്കുക. അപ്പോൾ അടുത്ത കളർ കൊടുക്കുന്നത് 01D8FF കൊടുക്കുക, ബാക്ക് അടിക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ ഒരു കളർ വന്നു. അപ്പോൾ ഇതാണ് 2 കളേഴ്സ് ഉള്ളത്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ റേഡിയൽ ആണ് പാറ്റേൺ കൊടുക്കുന്നത്. ഇവിടെ റേഡിയൽ പാറ്റേൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐക്കൺ പിടിച്ചിട്ട് ഈ ഒരു സൈഡിലേക്കും ഈ ഒരു ഐക്കൺ പിടിച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് ആക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സെൻറ്ററിൽ ലൈറ്റ് കളറും ബാക്കി സൈഡ് പോർഷൻസിൽ ഡാർക്ക് കളറും വരാനാണ്. നേരെ മറിച്ച് ഇതിങ്ങനെ വെക്കുകയാണെങ്കിലോ, നോക്കിയേ, പുറമേ ഉള്ള ഭാഗങ്ങൾ ലൈറ്റ് കളറും ഉള്ളിൽ ഡാർക്കുമായി. അപ്പം നമുക്ക് വേണ്ടത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അതാണ് ഞാൻ ആ സ്റ്റോപ്പേഴ്സ് പിടിച്ച് 2 ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡോട്ട്സ് കണ്ടില്ലേ, 3 ഡോട്ട്സ്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു ഓപ്ഷൻ കാണാം, ഇമേജ് സൈസ് എന്ന് പറഞ്ഞിട്ട്, അതെടുക്കുക. ഇതിൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിലിൻ്റെ ഓപ്ഷൻ എടുക്കുക, ഓക്കെ കൊടുക്കുക. കാരണം നമുക്ക് ആ ഒരു സൈസ് വേണം, ആ ഒരു സൈസിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു, ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ന്യൂ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ അമർത്തി ആ ഡിലീറ്റ് ചെയ്തു. ഞാനിവിടെ കൂൾ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, കൂൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ടെക്സ്റ്റിന് ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈൽ കൊടുക്കണം. അതിനു വേണ്ടി ഇത് ഇവിടെ AB എന്ന് പറഞ്ഞിട്ടൊരു ഐക്കണോട് കൂടി ഫോണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫോൺസിൽ ഞാൻ കുറച്ച് ഫോണ്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചിലർ പറഞ്ഞു ഫോണ്ട് ആഡ് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ Pixellabൻ്റെ വേറൊരു വേർഷൻ ആപ്ലിക്കേഷൻ്റെ ഫയൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഫോണ്ട് സെലക്ട് ചെയ്യാണ്, ഓക്കെ കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്, സെലക്ട് ചെയ്യുക. നമുക്ക് എത്ര സൈസ് വേണ്ടത് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 സൈസ് എടുക്കുന്നത്. ഓക്കെ, 200 സൈസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഗ്രേഡിയൻറ്റിൽ ടൈപ്പൊക്കെ ചെയ്തിട്ട് ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോണ്ടിന് ഒരു കളർ കൊടുക്കണം. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ കളർ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫോണ്ട് സെലക്റ്റഡ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ വരാം, അതായത് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ വരാം,
ടൂൾ ബോക്സിൽ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തേക്കണ പോലെ തന്നെ നമുക്കിവിടെ ഒരു വൈറ്റും ഗ്രേയും ആയിട്ടുള്ളൊരു കളറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് കളർ പാനലിലേക്ക് വന്നു, എഡിറ്റ് എടുത്തു. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട കളറ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ C7 C8 C6 നമുക്ക് കാണാം ഒരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് നമുക്ക് ഈ ഒരു സാറ്റുറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഫുൾ വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു ലെവലിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേഡിയൻറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതിനൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിവിടെ ടിക്ക് ചെയ്തു. സ്ട്രോക്ക് ഓപ്ഷനിൽ വരാം, സെലക്റ്റഡ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസിൽ വരാം, സ്ട്രോക്ക് ഓപ്പൺ ചെയ്യുക, എനബിൾ ചെയ്യുക. സ്ട്രോക്ക് എനബിൾ ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രോക്കിന് ഞാനൊരു ലൈറ്റ് ഗ്രേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് കളർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് ഗ്രേക്ക് വേണ്ട കളർ കോഡ് F5 ഇതാണ്. ലൈറ്റ് ഗ്രേ ആണ് വരാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ലൈറ്റ് ഗ്രേ ഒരു ചെറിയൊരു രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് നമുക്ക് വേണ്ടത് 2 ആണ്. അപ്പോൾ ഞാൻ സ്ട്രോക്ക് വിഡ്ത്ത് 2 കൊടുക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം, കണ്ടോ, ഇതാണ് സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് 2 കൊടുക്കുകയാണ്, ടിക്ക് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3D ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് ആഡ് ചെയ്യുക, എനബിൾ ചെയ്യുക. ഇതിൽ ഒബ്ലിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് എനബിൾ ചെയ്യുക. ഡെപ്ത് 3 ആണ് വേണ്ടത്. അപ്പോൾ ഡെപ്ത് 3 എടുക്കുക. അതിൽ ഒബ്ലിക്ക് ആംഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് 225 കൊടുത്തു. ലൈറ്റ് ആംഗിൾ എടുക്കുക. ലൈറ്റ് ആംഗിൾ ഒരു 106 കൊടുക്കുക. ഷേഡോ ഒരു 20 കൊടുക്കുക. 20 ഷേഡോ കൊടുക്കുക. ഓക്കെ, ഇത്ര കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക എന്നുള്ളതാണ്. ഇതാ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് അതിൻ്റെ സൈസ് 201 ആക്കുകയാണ് ഞാൻ. എന്നിട്ട് ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് സ്ട്രോക്ക് എടുക്കുക. ടെക്സ്റ്റ് ഫീച്ചേഴ്സിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് 12 ആക്കുക. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് 12 കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ കളറ് മാറ്റണം. അതായത് ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാണ്. കോപ്പി എടുത്ത ടെക്സ്റ്റിൻ്റെ കളറ് ഞാൻ മാറ്റുകയാണ്. ഇതാ ഇവിടെ കളേഴ്സിൽ വന്നിട്ട് ഗ്രേഡിയൻ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേഡിയൻ്റ് ആ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് ഇവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. FFB300 ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തും സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. അതിൽ FF9801 കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ കളർ വന്നിട്ടുണ്ട്. ടിക്ക് കൊടുക്കുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. താഴെ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന് കാണാം. സ്ട്രോക്കും ഗ്രേഡിയൻറ്റിൽ ആ സെയിം കളർ തന്നെ കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി ഈ ലെയറിനെ താഴോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയർ പാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വയ്ക്കുക. ഓക്കെ, റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിൽ കറക്റ്റായിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലുള്ളതും ഈ റിലേറ്റീവ് പൊസിഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക, ലെയർ പാനൽ ക്ലോസ് ചെയ്യുക. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 3D എഫക്റ്റ് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. നമുക്കൊരു 3D ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇനി സെക്കൻഡ് ലെയർ, ഈ ഒരു ലെയർ ഓപ്ഷൻ എടുത്തിട്ട് സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. ശേഷം 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഡെപ്ത്
ഡെപ്ത് 2 എന്നുള്ളത് 4 ആക്കുക. നെക്സ്റ്റ് വീണ്ടും ലെയർ പാനൽ എടുത്തിട്ട് ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇതിൽ ഷേഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ എടുത്ത് എനേബിൾ ചെയ്തതിനു ശേഷം ഒപ്പാസിറ്റി ഒരു 50 ആക്കുക. ഒപ്പാസിറ്റി ഒരു 50 എടുക്കുക. ഒരു ബ്ലർ റേഡിയസ് എന്ന് പറയുന്നത് 2 കൊടുക്കുക. ഇവിടെ XY ആക്സിസുകൾ കാണാം. അതൊരു -3 കൊടുക്കുക. -3. ഓഫ്സെറ്റ് എന്ന് കാണാം. അത് 6 കൊടുക്കുക. ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഷേഡോ കൊടുക്കുക. എനേബിൾ ചെയ്യുക. ഷേഡോൻ്റെ ഒപ്പാസിറ്റി ഒരു 20 കൊടുക്കുക. ബ്ലർ റേഡിയസ് ഒരു 5 കൊടുക്കുക. ഓഫ്സെറ്റിലേക്ക് വരാം. ഓഫ്സെറ്റ് -3 കൊടുക്കുക. X കേട്ടോ. ഓഫ്സെറ്റ് X -3 കൊടുക്കുക. ഓഫ്സെറ്റ് Y 3 കൊടുക്കുക. ടിക്ക് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്കിതിലൊരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്താന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ബട്ടൺ യൂസ് ചെയ്തിട്ട് സൂം ബട്ടൺ ഓഫ് ചെയ്യുക. നമുക്ക് താഴത്തെ ലെയർ സെലക്ട് ചെയ്യുക. 3D ഓപ്ഷനിലേക്ക് വരാം. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലുള്ള ഓപ്ഷൻസിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഞാനൊരു 2 കൊടുക്കുന്നുള്ളൂ. ഡെപ്ത് 2 കൊടുത്തു. ഡാർക്കൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കുറയ്ക്കുകയാണ്. കൂടിയാണ് കിടന്നിരുന്നത്. സോ ഞാനത് കുറയ്ക്കുകയാണ്. ഡാർക്കൺ ഞാനൊരു 8 കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഷേഡോ നമുക്ക് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. ഷേഡോ ഒരു 36 കൊടുത്തിട്ടുണ്ട്. സ്പെക്കുലർ ഹാർഡ്നെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 100 കൊടുക്കുന്നുണ്ട്. ഇൻറ്റൻസിറ്റി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 65 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കൂൾ എന്ന് പറഞ്ഞിട്ടൊരു 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാം. ആ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റൈൽസ് എന്ന് കാണാം. അതെടുത്ത് സേവ് കൊടുക്കുക. ഇനി ലെയർ പാനൽ വന്നിട്ട് രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക. സ്റ്റൈൽസ് എടുക്കുക. സേവ് കൊടുക്കുക. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ സൂം ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പുതിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഇതേ സ്റ്റൈൽസിൽ വന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്തത് യൂസ് ചെയ്യുക. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് കാണാം ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വീണ്ടും ഒരു ടെക്സ്റ്റും കൂടി എടുക്കുന്നുണ്ട് ഞാൻ. അത് ഇതേ ബ്രൗസ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനും കൊടുത്തു. നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് മാറ്റാം. ഒരു പ്രീസെറ്റായിട്ട് നമുക്കത് സേവ് ചെയ്യാം. ഞാൻ കൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കണ്ടോ? ഇതും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിതേപോലെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അൺഡു ചെയ്യാണ്. ഇതുപോലെ ഇനി നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ആർട്ട് വർക്കിൻ്റെ പല മൊബൈലിലും അതുപോലെ തന്നെ PC യിലൊക്കെ എങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കാണാം, പഠിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.